ആൽബിൻ ജേക്കബ് ബിസിനസ് കോച്ച്. നമ്മൾ രണ്ട് തരത്തിൽ ലോൺ എടുക്കും. ഒന്ന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, മറ്റൊന്ന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. പേഴ്സണൽ ആവശ്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫോൺ പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ EMI പർച്ചേസ് ചെയ്യുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ അങ്ങനെ മുതലായ ലോണുകൾ നമ്മുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട്, ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിനും ലോൺ വാങ്ങിക്കും. എന്നാൽ ഇവിടെ പറ്റുന്ന ഒരു പറ്റ് പലപ്പോഴും ലോൺ പ്രോപ്പറായിട്ട് അടച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതിന് ചെറിയ ടിപ്പുകൾ പറഞ്ഞു തരാം. ഒന്ന്, ലോൺ കയറ്റി അടയ്ക്കുക. കറക്റ്റായിട്ട് അടച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, എന്നാൽ ഒരു പ്രാവശ്യം ലോൺ കയറ്റി അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം എക്സ്ട്രാ ലഭിക്കും. അങ്ങനെ 2 മാസം നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കും. അത് ഒന്നാമത്തെ ടിപ്പ്. മറ്റൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ, അതായത് 3 മാസത്തെ ഫണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ബാക്കപ്പ് ഫണ്ടായിട്ട് വെക്കുക. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ലോൺ അടയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല എങ്കിൽ ഈ ബാക്കപ്പ് ഫണ്ടിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 3ഉം 2ഉം 5 മാസം നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കും. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ബാക്കപ്പ് ഫണ്ടിൽ നിന്ന് വെച്ച് അടയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, പെട്ടെന്ന് തന്നെ ഈ ബാക്കപ്പ് ഫണ്ട് എത്രയാണോ അത് നിങ്ങൾ റീചാർജ് ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ബാക്കപ്പ് ഫണ്ടിൽ നിന്ന് എടുത്ത എമൗണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ ബാക്കപ്പ് ഫണ്ടിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നാളെയും ഇതേപോലത്തെ പ്രശ്നം വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രോപ്പറായി തന്നെ ഈ ലോൺ കറക്റ്റായിട്ട് അടച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഫോളോ ചെയ്യുക.